ഞാനില്ല റീലെടുക്കാൻ പോകാൻ ഞാൻ ഇൻസ്റ്റ തുറന്നപ്പോഴത്തേക്കും ഫുള്ളി നമ്മുടെ ആണുങ്ങൾ പെണ്ണുങ്ങൾ ആണുങ്ങൾ അങ്ങനെ പെണ്ണുങ്ങൾ ഇങ്ങനെ ഫുൾ ജെൻഡറിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ വാർ നടക്കും. ബട്ട് ലൈക്ക് ഇൻ മൈ പോയിന്റ് ഓഫ് വ്യൂ ഇപ്പം നമ്മുടെ എന്താ പറയുക, അമ്മയില്ലെങ്കിൽ അച്ഛനില്ല, അച്ഛനില്ലെങ്കിൽ അമ്മയില്ല, അങ്ങനെയാണല്ലോ. സോ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഈക്വലാണ്. ലൈക്ക് ആരുടെയും താഴ്ത്തല്ല, ആരുടെയും മേളിലും അല്ല. അപ്പം കൂലിപ്പണി ചെയ്യണ പെണ്ണുങ്ങളെ എനിക്കറിയാം, വീട്ടു ജോലി ചെയ്യണ ആണുങ്ങളെ എനിക്കറിയാം. സോ ഇറ്റ്സ് അപ്പ് ടു എന്താ പറയുക, ഇപ്പോൾ ഒരു ഫാമിലി സക്സസ് ആവണമെങ്കിൽ രണ്ടുപേരും ഈക്വലി നിൽക്കണം. അല്ലാണ്ട് ആരും ആരെയും ഭരിക്കാനോ, അതിപ്പം ആണ് പെണ്ണിനെ ആണെങ്കിലും പെണ്ണാണിനെ ആണെങ്കിലും ഭരിക്കാൻ നിൽക്കണ്ട. ലൈക്ക് രണ്ടുപേരും ഈക്വലായി പോയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. എന്തോരം ലൈക്ക് എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ എത്ര പേരുണ്ട് ലൈക്ക് ഫ്രണ്ട്സിനെ പോലെ കപ്പിൾസ് ഉള്ളവർ. സോ ഫ്രണ്ട്സിനെ പോലെ പോണ എന്തോരം കപ്പിൾസ് ലൈക്ക് എൻ്റെ ഫ്രണ്ട് സർക്കിളിലുണ്ട്. അപ്പം അവർക്കില്ലാത്തതൊന്നെന്ന് പറഞ്ഞാൽ മെയിൽ ഈഗോയും ഫിമെയിൽ ഈഗോയും ആണ് അവർക്കില്ലാത്തത്. പരസ്പരം ഈഗോ ഇല്ലാണ്ട്, ഭാര്യ ഭർത്താവ് എന്നുള്ള ടാഗ് ഇല്ലാണ്ട് പാർട്ട്നേഴ്സ് എന്നുള്ള രീതിക്ക് പോണതുകൊണ്ട് അവരുടെ ഇടയിൽ ഞാൻ അങ്ങനെ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ മോസ്റ്റ്ലി നമ്മൾ സിംപ്ലി പറയുകയാണെങ്കിൽ അമ്മയാവണമെങ്കിൽ അച്ഛൻ വേണം, അച്ഛനാവണമെങ്കിൽ അമ്മ വേണം. സോ ദാറ്റ്സ് അതിൽ തന്നെ പ്രൂഫാണ് ആണും പെണ്ണും ഈക്വലി, ആണിൻ്റെയും പെണ്ണിൻ്റെയും റോൾ ഈക്വലി ആണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രൂഫാണ് അമ്മയും അച്ഛനും എന്നുള്ളത്. സോ ഫെമിനിസം ഈസ് ഇക്വാളിറ്റി. ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആണിനും പെണ്ണിനും ഈക്വലായിട്ട് വരുന്നൊരു സാധനം. അല്ലാണ്ട് പെണ്ണ് ആണിൻ്റെ മേലിൽ ആധിപത്യം സ്ഥാപിക്കണം, അല്ലെങ്കിൽ ആണ് പെണ്ണിൻ്റെ മേലിൽ ആധിപത്യം സ്ഥാപിക്കണം, അതല്ല ഇക്വാളിറ്റി. ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ഈക്വലായി വന്നതാണ്. പക്ഷെ കേരളത്തിൽ ഇക്വാളിറ്റി ഈസ് ലൈക്ക് അങ്ങനെയല്ല, അത് വിസിബിളാണ്. അപ്പം ഞാൻ ഇങ്ങനെ കണ്ടു കുറേ ലൈക്ക് ജെൻഡറിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വാറുകൾ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ലൈക്ക് ആണും പെണ്ണും ഈക്വലാണ്. അത് ഏത് കാര്യത്തിലാണെങ്കിലും എന്താ പറയുക, പെണ്ണിനും കൺസെഷൻ വേണ്ട, ആണിനും കൺസെഷൻ വേണ്ട, രണ്ടുപേരും ഈക്വലി പോകണം. അങ്ങനെയാണ് ലൈക്ക് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. ആൻഡ് ഓൾസോ ഞാൻ കണ്ടിട്ടുണ്ട് ലൈക്ക് ജോലിക്ക് പോണ ഭാര്യ, കുട്ടികളെ നോക്കി നിൽക്കുന്ന ഭർത്താവ്, ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കൂലിപ്പണി ചെയ്യണ ഭാര്യ, വീട്ടു ജോലി ചെയ്യണ ഭർത്താവ്. സോ ഇവരുടെ എന്താ പറയുക, ഇതും ലൈക്ക് എന്താ പറയുക, ലൈക്ക് സിംഗിൾ പാരൻറ്റിങ് ചെയ്യണ പെണ്ണ്, സിംഗിൾ പാരൻറ്റിങ് ചെയ്യണ ആണ്, ഇതെല്ലാം നമ്മുടെ സൊസൈറ്റിയിലുള്ളതാണ്. സോ ലൈക്ക് ഇവരെല്ലാം ഹാപ്പി ആയിട്ടാണ് ജീവിക്കണേ. സോ അത് തന്നെ പ്രൂഫാണ് എന്താ പറയുക, ആണിനും പെണ്ണിനും ഈക്വലി എല്ലാം കഴിയും എന്നുള്ളത്. അതേപോലെ തന്നെ എന്താ പറയുക, പെണ്ണുങ്ങളെ അടിക്കുന്ന ആണുങ്ങളും ഉണ്ട്, അതേപോലെ ആണുങ്ങളെ മെൻ്റലി ടോർച്ചർ ചെയ്യുന്ന പെണ്ണുങ്ങളും ഉണ്ട്. സോ ഇതെല്ലാം എന്താ പറയുക, ഇതെല്ലാത്തിനും സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം ജസ്റ്റ് ആണുങ്ങളുടെ മേത്ത് പെണ്ണുങ്ങൾ ആധിപത്യം സ്ഥാപിക്കുക, അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ മേത്ത് ആണുങ്ങൾ ആധിപത്യം സ്ഥാപിക്കുക, ഈ ഒരു തോട്ടിൻ്റെ പ്രോസസ്സിലാണ് ഇതെല്ലാം നടക്കുന്നത്. പക്ഷേ ആണും പെണ്ണും ഈക്വലാണ്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് കൊടുക്കണം എന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നണത് ഈ പറഞ്ഞ മിക്ക പ്രശ്നങ്ങളും മാറും. ലൈക്ക് ഈഗോസ്, മെയിൽ ഈഗോയും ഫിമെയിൽ ഈഗോയും ഇല്ലെങ്കിൽ എല്ലാം പെർഫെക്റ്റാണ്. ലൈക്ക് സോ ദാറ്റ്സ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ. സോ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടീഷൻ ചെയ്യാണ്ടിരുന്നാൽ തന്നെ എല്ലാം സെറ്റാണ്. ലൈക്ക് ഞാൻ കണ്ടിട്ടുണ്ട് കരയുന്ന ആണുങ്ങളെ കളിയാക്കുന്ന പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ തൻ്റെ ഇടം കാണിക്കുന്ന പെണ്ണുങ്ങളെ കളിയാക്കുന്ന ആണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ കരച്ചിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യ സഹജത, ആർക്ക് വേണമെങ്കിലും സങ്കടം വരുമ്പോൾ ആരാണെങ്കിലും കരയും. അത് മനുഷ്യന് മാത്രമുള്ളൊരു ക്വാളിറ്റിയാണ്. അതേപോലെ തന്നെ തൻ്റെ ഇടം എന്ന് പറയണതും ഒരു ജെൻഡറിന് മാത്രമേ വരാവുള്ളൂ എന്നല്ല, എല്ലാ ജെൻഡറിനും വന്നൊരു സാധനം തൻ്റെ ഇടം അല്ലെങ്കിൽ ധൈര്യം എന്ന് പറയുന്ന സാധനം. സോ അത് വെച്ച് ജഡ്ജ് ചെയ്യണം. ഈവൻ ഇപ്പം റീസെൻറ്റ് ഒരു ലേഡി ഡയറക്ടർ മഞ്ഞുമൽ ബോയ്സ് എന്നും പറഞ്ഞ ആ ഒരു ഫിലിമിന് അതിൻ്റെ പോസ്റ്റ് മഞ്ഞുമൽ ബോയ്സ് ആവേശം, പിന്നെ വേറെ ഏതോ ഫിലിമും കൂടി വെച്ച് പോസ്റ്ററിൽ പെണ്ണുങ്ങൾ എവിടെ, സിനിമയിലെ പെണ്ണുങ്ങൾ എവിടെയെന്ന് ചോദിച്ചുള്ള ഒരു സാധനം കണ്ടായിരുന്നു. വെറുതെ ലൈക്ക് അൺവാണ്ടഡ് ആയിട്ട്
അത്രയും ഹിറ്റായ ഒരു ഫിലിമിൽ ഇങ്ങനത്തെ ജെൻഡർ വെച്ചൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കണം, അത് ഭയങ്കര അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഈ 3 പടത്തിലാണെങ്കിലും നമുക്കറിയാം വുമൺ ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരുടെ അമ്മ, അല്ലെങ്കിൽ ആവേശത്തിലാണെങ്കിൽ ആ 2 ചേച്ചിമാർ, അതൊക്കെ നല്ല സ്ട്രോങ് ക്യാരക്ടേഴ്സാണ്. അപ്പം വുമൺ ക്യാരക്ടേഴ്സ് പ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ അത് പ്ലേസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് അതിൻ്റെ ഭംഗി. അതേപോലെ തന്നെ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, അത് ഒരു വുമൻ സെൻട്രിക് പടമാണ്, അത് ഹിറ്റാണ്. അതേപോലെ 22 ഫീമെയിൽ കോട്ടയം, അത് ഹിറ്റാണ്. സോ ഇത് നടന്നപ്പോഴൊന്നും അതൊക്കെ ഹിറ്റായപ്പോൾ ഞാൻ ഒരാണും ജെൻഡർ കാർഡ് വെച്ച് വരുന്നത്, അല്ലെങ്കിൽ അതിൽ ആണുങ്ങളുടെ റോൾ എവിടെ എന്ന് ചോദിച്ച് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. സോ സ്ക്രിപ്റ്റിൻ്റെ റെലവൻസ് അനുസരിച്ച് ക്യാരക്ടേഴ്സ് പ്ലേസ് ചെയ്യുന്നതാണ് ഒരു ഫിലിമിൻ്റെ ഭംഗി അല്ലെങ്കിൽ സക്സസ് എന്ന് പറയുന്നത്. അത് എത്രയും വലിയൊരു ഡയറക്ടറായി അവർക്കത് അറിയാണ്ട് അവർ എന്തിനങ്ങനെ ഒരു സംഭവം ഷെയർ ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. സോ അതാ പറഞ്ഞ, ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഈ ജെൻഡർ പൊളിറ്റിക്സ് അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവന്നത് ഭയങ്കര എന്താ പറയുക, ടോക്സിക് സാധനങ്ങളാണ്. അപ്പം അത് തന്നെ. അപ്പം ഇതൊരു ടോക്സിക് ഫെമിനിസമാണ് ഇപ്പോൾ ആ ജെൻഡർ സാധനം ഇറക്കിയത്. അതേപോലെ തന്നെ ഒരു ഗേളിൻ്റെ റീലിൻ്റെ താഴത്ത് വന്നിട്ട് പോയി അടുക്കളയിൽ പോയി ചപ്പാത്തി ചുട് എന്നുള്ള കമൻറ്റ് ഇടുന്ന ആണുങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇവരുടെയൊക്കെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരുടെ മൈൻഡിൽ എന്തോ പെണ്ണുങ്ങൾ വലുത് ആണുങ്ങൾ വലുത്, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ചെറുത് ആണുങ്ങൾ ചെറുത്, അങ്ങനത്തെ ഒരു ചിന്തയുണ്ട്. ആർക്കും ചെറുതല്ല, 2 പേരും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ അങ്ങനെ തീരാവുന്ന പ്രശ്നമേ ഈ നാട്ടിലുള്ളൂ. ലൈക്ക് അങ്ങനെയാണ് കാര്യങ്ങൾ. സോ അതിൻ്റെ ഒരു ആബ്സെൻസാണ് ഈ കണ്ട എല്ലാ ജെൻഡർ റിലേറ്റഡ് പ്രശ്നങ്ങൾക്കും കാരണം. യാ, ദാറ്റ്സ് മൈ ഒപ്പീനിയൻ.